ഓരോ ദിനം കഴിയും തോറും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് കുരുക്ക് മുറുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്നാം ഘട്ട ചോദ്യം ചെയ്യലിൽ വീണയിൽ നിന്ന് ലഭിച്ച മൊഴികളിൽ കുറേയേറെ പൊരുത്തക്കേടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ ഇ.ഡി. ഒരുങ്ങുന്നത്. ഇതിനായി ഉടൻ തന്നെ ഹാജരാകാൻ വീണയ്ക്ക് സമൻസ് നൽകും. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ വെച്ച് 8 മണിക്കൂറിലധികമാണ് വീണയെ ചോദ്യം ചെയ്തത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ ലഭിച്ച മറുപടികളിൽ ഇ.ഡി. അധികൃതർ ഒട്ടും തൃപ്തരല്ലെന്നാണ് വിവരം. ഇതേ തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് കളമൊരുങ്ങുന്നത്. CMRL-ന് എന്തെല്ലാം സേവനങ്ങൾ നൽകിയെന്നതിനുള്ള രേഖകളൊന്നും തന്നെ ഹാജരാക്കാൻ വീണയ്ക്ക് സാധിച്ചിട്ടില്ലെന്നാണ് ഇ.ഡി. പറയുന്നത്. നിലവിൽ കമ്പനി പ്രവർത്തനക്ഷമമല്ലാത്തതിനാൽ അന്നത്തെ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ രേഖകൾ തന്റെ പക്കൽ ഇല്ലെന്നാണ് വീണ ഇപ്പോൾ ഉയർത്തുന്ന മറുവാദം. എന്നാൽ ഇക്കാര്യം അതേപടി വിശ്വസിക്കാനും യാഥാർത്ഥ്യമെന്ന് പരിഗണിക്കാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂട്ടാക്കിയിട്ടില്ല. ഇല്ലാത്ത സേവനങ്ങൾക്കാണ് വീണ പണം സ്വീകരിച്ചതെന്ന മുൻ കണ്ടെത്തലുകളെ ശരിവെക്കുന്നതാണ് രേഖകളിലെന്ന വീണയുടെ ഇപ്പോഴത്തെ നിലപാടെന്ന് ഇ.ഡി. ചൂണ്ടിക്കാട്ടുന്നു. കേസ് ഇത്രത്തോളം എത്തിയിട്ടും CMRL നിന്ന് 1,72,00,000 രൂപ ലഭിച്ചതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇനിയും കൈമാറാൻ വീണയ്ക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണം കൂടുതൽ ഗൗരവത്തോടെ മുറുക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. അതിനാൽ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിൽ കൂടുതൽ കടുത്ത ചോദ്യങ്ങളുമായിട്ടുള്ള നീക്കമായിരിക്കും ഇ.ഡി. നടത്തുക.